എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബിഗ് മോം അവളാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ നിലവിളിച്ച് കയ്യിൽ കിട്ടുന്ന എല്ലാം തല്ലി തകർത്തും എടുത്ത് വായിലേക്ക് ഇട്ടും ചവച്ചരച്ചുമൊക്കെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. അവളുടെ കയ്യിൽ കിട്ടുന്ന സ്വീറ്റ്സ്, കേക്ക്, ഫിഡിങ്സിന്റെ ചുമര് അതെല്ലാം തന്നെ അവൾ വായിലേക്ക് ഇട്ട് കടിച്ചു മുറിച്ച് തിന്നുകയാണ്. ഇതിനൊന്നും ടേസ്റ്റ് ഇല്ല, എനിക്ക് ആവശ്യം ഞാൻ പറഞ്ഞ ഡെസേർട്ട് ആണെന്ന് പറഞ്ഞ് അവൾ ചുറ്റുമുള്ള മനുഷ്യന്മാരെ കൂടെ അട്ടിച്ചു തെറിപ്പിക്കും. അവളുടെ അസിസ്റ്റൻസിനും ചുറ്റുമുള്ളവർക്കും ജനങ്ങൾക്കും അവർക്കാർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ചേർന്ന് പഠിച്ച പണി 18 നോക്കിയിട്ടും അവരെ കൊണ്ട് വളരെ സ്പീഡിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. ഇവിടെ ഈ മീശക്കാരൻ്റെ ടീമാണെങ്കിൽ ബിഗ് മോമിന്റെ ഓരോ ആക്ഷൻസും നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി ഇതുപോലൊരു അല്പസമയം കൂടെ അവൾ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ ഐലാൻഡ് തന്നെ ബാക്കി ഉണ്ടാവില്ല. അവൾ നോർമലായി കഴിഞ്ഞാൽ അവളുടെ ഐലാൻഡ് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൾ ആദ്യം അടിക്കുക ഈ മീശക്കാരനെ ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അത് കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ തല പോച്ച് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണ് ബിഗ് മോമിന്റെ 16ാമത്തെ മകൻ. അവനെ അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവളുടെ മുൻപിലേക്ക് അയക്കുക എന്നത്. അവനാണെങ്കിൽ ബിഗ് മോമിനെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു വരും. ആ സമയത്ത് പരുക്കുപറ്റി റോഡിൽ കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ അവൻ കാണുകയാണ്. അവനാണെങ്കിൽ ആ കുഞ്ഞിനോട് ഒരുപാട് അലിവൊക്കെ തോന്നി അതിനെ അങ്ങനെ ചേർത്ത് പിടിക്കും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് കിച്ചണിലേക്ക് വരും. സത്യത്തിൽ അവനെ കൊണ്ടും ഡയറക്റ്റ് ആയിട്ട് ബിഗ് മോമിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. സോ അവൻ കിച്ചണിലുള്ള ഷെഫുകളോട് ചോദിക്കും, ആ ഡെസേർട്ട് കംപ്ലീറ്റ് ആവാൻ ഇനിയും എത്ര സമയം ആവശ്യമാണ്. അതിനവർ പറയും, ഈ ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പനേരം ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിലും മാത്രമേ അവൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇതിന് കിട്ടൂ, അല്ലെങ്കിൽ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് വെറുതെ ആവും. എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയും. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. കാരണം ബിഗ് മോമിന് ഇനി ഒരു 15 മിനിറ്റ് കൂടെ കിട്ടിയ അവൾ ഐലാൻഡ് തന്നെ തകർത്ത് കളയും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കും. വേറെ വഴിയില്ലാതെ രണ്ട് കൽപ്പിച്ച് അവൻ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അമ്മ, ഇത് ഞാനാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് നിങ്ങൾ ചോദിച്ച ആ ഡെസേർട്ട് റെഡിയാക്കി തരും. നിങ്ങൾ ഇങ്ങനെ നാശം വിതച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ജീവിക്കാൻ ഐലാൻഡ് ഉണ്ടാവില്ല. ഇവിടെയുള്ള നമ്മുടെ അസിസ്റ്റൻസ് എല്ലാവരും മരിച്ചു പോകുമെന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അവൻ ആരാണെന്ന് പോലും ചിന്തിക്കാതെ അവനെ തട്ടി ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം വീണ്ടും ആ ഡെസേർട്ടിന് വേണ്ടി ചോദിക്കുകയാണ്. ഉടനെ ബിഗ് മോമിന്റെ ബാക്കിയുള്ള മക്കളൂടെ അവിടേക്ക് ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. ബ്രദർ, ഞങ്ങൾ പറയുന്നത് കേൾക്ക്, അമ്മയെ തടയാൻ നീ എന്നല്ല ആര് വിചാരിച്ചാലും കഴിയില്ല. ആ ഡെസേർട്ട് കൊടുത്താലല്ലാതെ അമ്മ നമ്മൾ പറയുന്നത് അനുസരിക്കാനോ കേൾക്കാനോ തയ്യാറാവില്ല എന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ അവന്റെ അമ്മയുടെ പിന്നാലെ പോയി, അമ്മ, ഇത് ഞാനാണ്, നിങ്ങളുടെ മകൻ, എന്റെ വാക്ക് ദയവ് ചെയ്ത് കേൾക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ബിഗ് മോം ആണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ടേൺ ചെയ്ത് അവനെ നോക്കുകയാണ്. അതിനുശേഷം ആ ഡെസേർട്ടിന് വേണ്ടി കൈനീട്ടും. അവനത് റെഡി ആയിട്ടില്ല എന്ന് പറയേണ്ട താമസം അവന്റെ ലൈഫ് സ്പാൻ അത് അവള് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സ്വന്തം മകന്റെ ലൈഫ് സ്പാൻ അത് അബ്സോർബ് ചെയ്തെടുക്കുന്ന ബിഗ് മോം അമ്മയെ കണ്ട് എല്ലാവരും പേടിക്കുകയാണ്. ആക്ച്വലി ലൈഫ് സ്പാൻ അബ്സോർബ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യപ്പെടുന്ന ആള് പേടിച്ചു പോയ ആ നിമിഷം ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ഉടനെ അവന്റെ സിബ്ലിങ്സ് അവനാണെങ്കിൽ വിളിച്ചു പറയും, നീ ഒരു കാരണവശാലും പേടിക്കാനോ ഓടാനോ പാടില്ല. പക്ഷെ അവനാണെങ്കിൽ പേടിച്ച് ദൂരേക്ക് ഓടുകയാണ്. ബിഗ് മോം ഞൊട്ടിയിടയിൽ അവനെ പിടിച്ചു വലിച്ച് 40 വർഷത്തെ ലൈഫ് സ്പാൻ അബ്സോർബ് ചെയ്തെടുത്ത് താഴേക്കിടും. അവനാണെങ്കിൽ ഇപ്പൊ യാതൊരു അനക്കവുമില്ല. ബാക്കിയുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എന്ത് ചെയ്യണമെന്നറിയാതെ അവരങ്ങനെ വിഷമിച്ച് നിൽക്കും. അവൾക്കാണെങ്കിൽ അപ്പോഴും അവളുടെ വെറി അടങ്ങാതെ അവളെ കോട്ട ലക്ഷ്യമാക്കി പോവാണ്. ചുറ്റുമുള്ളവരെ എല്ലാവരെയും അട്ടിച്ചു പറപ്പിച്ച് സ്ട്രെയിറ്റ് പോവും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ ജിംബൈ അവൻ ആ പറഞ്ഞ ഡെസേർട്ട് അത് റെഡിയാക്കി അവിടേക്ക് വരിക. ബിഗ് മോമിന്റെ അപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ആ ഡെസേർട്ടിലുള്ള ഫ്രൂട്ട്സിന് പോലും ഭയങ്കരമായിട്ട് പേടിയാവും. ജിംബൈ ചാടി വന്ന് അവളുടെ വായിലേക്ക് ആ ഒരു ഡെസേർട്ട് അങ്ങനെ തള്ളി കയറ്റുകയാണ്. അത് കഴിക്കേണ്ട താമസം ഞൊട്ടിയിടയിൽ അവൾ നോർമലായി മാറും. ജനങ്ങളാണെങ്കിൽ സമാധാനത്തിൽ ശ്വാസമൊക്കെ വലിച്ചു വിടുകയാണ്. ഇവിടെ ബിഗ് മോം അവൾക്ക് ഡെസേർട്ട് കിട്ടിയ സന്തോഷത്തിൽ അവൾ നോർമലാവും. അവൾ ജിംബയെ കണ്ട് ഒരുപാട് സന്തോഷത്തിൽ താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീയാണ് ലോയൽ ആയിട്ടുള്ള യഥാർത്ഥ ഫ്രണ്ട്. നീ ഇതുപോലെ തന്നെ ഇതിനു മുൻപും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. ഐലാൻഡിന്റെ അവസ്ഥ കാണുമ്പോൾ അവൾക്കാണെങ്കിൽ ചിരി അടക്കാൻ കഴിയില്ല. ഇങ്ങനെ കാണാനും ഐലാൻഡ് അടിപൊളിയാണെന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കും. ഉടനെ ജിംബൈ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് പറയും, എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. അവന്റെ നോട്ടവും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ബിഗ് മോമിന് മനസ്സിലാവും ജിംബൈ അവനിപ്പോ അവളുടെ ടീമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പോവാണെന്ന്. അത് കേട്ട് അത് മനസ്സിലാക്കിയ ബിഗ് മോം അവളുടെ ഫേസ് ഒക്കെ ആകെ ചേഞ്ചായി ഫുൾ കലിപ്പില് ജിംബയെ നോക്കി
ടെററായിട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഓരോ ഐലാൻഡുകളായിട്ട് കടന്ന് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ചീസ് ഐലാൻഡ് കഴിഞ്ഞ് ബിസ്ക്കറ്റ് ഐലാൻഡിലെത്തി അവിടുന്ന് നട്ട്സ് ഐലാൻഡിലേക്ക് പോകണം. അതിനുശേഷമായിട്ട് കാൻഡി ഐലാൻഡ്, ഏറ്റവും അവസാനമായിട്ടാണ് സാഞ്ചിയുള്ള ആ ഹോൾ കേക്ക് ഐലാൻഡ് അതുള്ളത്. ആക്ച്വലി ഈ ഐലാൻഡുകൾക്ക് ഇങ്ങനൊരു ക്രമം വരാനും പേരുകൾ വരാനും കാരണം ആ ഐലാൻഡിലുള്ള ബിസ്ക്കറ്റ്സും നട്ട്സും ഒക്കെയാണ്. ഇതൊക്കെ ഉപയോഗിച്ചാണ് ആ ഹോൾ കേക്ക് ഐലാൻഡിൽ കേക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവരാണെങ്കിൽ കടലിലൂടെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴായിരിക്കും കടലിന്റെ കളറ് അത് റെഡായിട്ട് മാറുക. പെട്രോ പറയും ഇത് തണ്ണിമത്തൻ ജ്യൂസാണ്. ഇത് കഴിഞ്ഞ അടുത്ത ഐലാൻഡ് ഓറഞ്ച് ജ്യൂസിൻ്റെതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജ്യൂസ് ഐലാൻഡിലൂടെയാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ജ്യൂസുകൾ നമുക്ക് ഈ കടലിൽ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഫ്രഷ് ജ്യൂസാണ്, സോ ലൈവായിട്ട് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുമെന്ന് പറയും. ചോപ്പറിനാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ മോമിന്റെ ഈ ഒരു ഐലാൻഡ് അത് ശരിക്കും സ്വർഗമായിട്ടായിരിക്കും അവന് തോന്നുക. കപ്പലിന്റെ ഓരോ ഭാഗത്തും ഓരോരോ ജ്യൂസുകൾ. ലൂഫിക്കും നമ്മുടെ ആൾക്കാർക്കും അതൊന്ന് ട്രൈ ചെയ്യണം തോന്നും. അതിൽ പെട്രോ പറയും, അയ്യോ വേണ്ട വേണ്ട, കടലിനടിയിൽ ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട്, അവറ്റകളുടെ കണ്ണിൽപ്പെട്ടാൽ വലിയ അപകടമാണ്. അത് കേട്ട് ആശനായ ലൂഫി ആണെങ്കിൽ വീണ്ടും കടലിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും ഒരു വാട്ടർ മെലോൺ, ഓറഞ്ച്, പീനട്ട് അങ്ങനെ ഒരുപാടെണ്ണം കടലിലൂടെ അങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമ്മുടെ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുക. ലൂഫിയുടെ കൺട്രോള് അത് മുഴുവനായിട്ട് നഷ്ടപ്പെടും. അവനവന്റെ കൈ അങ്ങനെ നീട്ടി ആ വാട്ടർ മെലോൺ എടുക്കാൻ ശ്രമിക്കും. പെട്രോ ആണെങ്കിൽ ഷോക്കായിട്ട് നോ എന്ന് അലറുമ്പോഴേക്കും ലൂഫി അവന്റെ കൈ നീട്ടി അത് കയ്യിലേക്ക് എടുക്കുകയാണ്. അതവന്റെ ക്ലോസ് എത്തുമ്പോഴായിരിക്കും അതൊരു വാട്ടർ മെലോൺ അല്ല, വാട്ടർ മെലോണിന്റെ ഷേപ്പിലുള്ള ഒരു ഡേഞ്ചർ ഫിഷ് ആണെന്ന് മനസ്സിലാവുക. അതങ്ങനെ വാ തുറന്ന് ലൂഫി ആഞ്ഞു കടിക്കും. പക്ഷെ നമ്മുടെ ലൂഫി അവൻ നിസ്സാരക്കാരനല്ല. അവൻ ആ വാട്ടർ മെലോണിന്റെ അകത്തേക്ക് പോയി അതിനെ ഇടിച്ച് തകർത്ത് രണ്ടായിട്ട് പിളർക്കും. അതിനുശേഷം ഓരോരോ ഫ്രൂട്ട്സ് അവൻ കപ്പലിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം ഫ്രഷ് ആയിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഡബിൾ ഹാപ്പി. അവരാണെങ്കിൽ അതെല്ലാം കഴിക്കാൻ തുടങ്ങും. പക്ഷെ നാമിക്ക് മാത്രം അതങ്ങനെ കഴിക്കാൻ തോന്നില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പോഴും വമ്പം കലിപ്പില് ജിംബയെ തന്നെ തുറച്ചു നോക്കുകയാണ്. ജിംബയ്ക്കാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയാതെ ആകെ വിഷമത്തില് അവനെങ്ങനെ കുഴങ്ങി നിൽക്കും. ബിഗ് മോം ആണെങ്കിൽ ജിംബയുടെ കൈ പിടിച്ച് ഇപ്പൊ എവിടേക്കോ കൊണ്ടുപോകും. ജിംബയാണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, ഞാനെടുത്ത തീരുമാനം അത് നല്ലതാണ്. ലൂഫിയെ കണ്ട അന്ന് മുതലാണ് എല്ലാം മാറി മറിഞ്ഞെന്ന് പറഞ്ഞ് അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ആ സെല്ലിൽ വെച്ച് ലൂഫിയെ കണ്ടതും ലൂഫി അവനെ മോചിപ്പിച്ചതും അതിനു പകരമായിട്ട് ജിംബൈ ലൂഫിയെ സഹായിക്കാമെന്ന് പറഞ്ഞതും എയ്സിനെ രക്ഷിച്ച് അവിടുന്ന് ഓടുന്നതും ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ വന്നത് അത് എയ്സ് അവന്റെ ബോഡി കൊണ്ട് തടുത്ത് മരിച്ചു വീഴുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. അതിനുശേഷം മാനസികമായിട്ട് തകർന്നു പോയ ലൂഫിയെ ആളെ കൊണ്ട് പറ്റും പോലെ മോട്ടിവേറ്റ് ചെയ്തു. നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടി നീ ജീവിക്കണം. മാത്രമല്ല നിന്റെ സ്ട്രെങ്ത് അത് നീ കൂടുതൽ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യണം. അതിനുശേഷം ലൂഫി ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഫിഷർമാൻ ഐലാൻഡിലേക്ക് പോയി ആ ഹോഡിയായിട്ട് ഫൈറ്റ് ചെയ്ത് വീണ്ടും ഡെത്ത് കണ്ടീഷനിലേക്ക് പോയി. പിന്നീട് ജിംബയാണ് അവനെ ഹെഡൊക്കെ കൊടുത്ത് ലൂഫിയെ രക്ഷിച്ചത്. ആ സമയത്ത് ലൂഫി അവന്റെ ടീമിലേക്ക് ജിംബയെ ഇൻവൈറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴാ ഇൻവിറ്റേഷൻ ജിംബയ്ക്ക് സ്വീകരിക്കാനാവില്ല. എനിക്കിപ്പോ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഒരിക്കൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരും, അതിനുശേഷം അതിനെക്കുറിച്ച് തീരുമാനിക്കാന്ന് പറഞ്ഞ് ജിംബൈ കടന്നു പോകും. ഇതാ ജിംബൈ അവനവന്റെ മനസ്സിൽ ഉറപ്പിക്കും, ലൂഫിയെ കണ്ടെത്തി എന്റെ വാക്ക് അത് പാലിക്കാനുള്ള സമയമായെന്ന് പറഞ്ഞ് ബിഗ് മോമിന്റെ പിന്നാലെ നടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.